Next topic is structure of a compiler. കമ്പൈലറിൻ്റെ സ്ട്രക്ചറാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. കമ്പൈലറിനെ കുറേ ഫേസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു സോഴ്സ് പ്രോഗ്രാം നമ്മൾ ഇൻപുട്ട് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് എ ടാർഗറ്റ് മെഷീൻ കോഡ്. സോ ആ പ്രോസസ്സിനെ ഒരുപാട് ഫേസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഒരു കമ്പൈലറിൻ്റെ സ്ട്രക്ചർ. സോ ഫസ്റ്റ് കമ്പൈലറിൽ നമ്മൾ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ലെക്സിക്കൽ അനലൈസറാണ്. അതിനുശേഷം വരുന്നത് സിൻടാക്സ് അനലൈസർ, അതിനുശേഷം ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റർ, നെക്സ്റ്റ് ഈസ് മെഷീൻ ഇൻഡിപെൻഡൻറ്റ് കോഡ് ഒപ്റ്റിമൈസർ, അഗെയിൻ കോഡ് ജനറേറ്റർ, ദെൻ മെഷീൻ ഡിപ്പെൻഡൻറ്റ് കോഡ് ഒപ്റ്റിമൈസർ. ഇത്രയാണ് ഫേസസ് വരുന്നത്. സോ ലെക്സിക്കൽ അനലൈസർ, സിൻടാക്സ് അനലൈസർ, ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റർ, മെഷീൻ ഇൻഡിപെൻഡൻറ്റ്, ഹിയർ ഈസ് ഇൻഡിപെൻഡൻറ്റ് കോഡ് ഒപ്റ്റിമൈസർ, കോഡ് ജനറേറ്റർ, മെഷീൻ ഡിപ്പെൻഡൻറ്റ്, ഇവിടെ ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു, ഇവിടെ ഡിപ്പെൻഡൻ്റ് ആണ്. സോ മെഷീൻ ഡിപ്പെൻഡൻറ്റ് കോഡ് ഒപ്റ്റിമൈസർ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എ ഡിസൈർഡ് ടാർഗറ്റ് പ്രോഗ്രാം. ഹിയർ ഇൻപുട്ട് ഈസ് our source program and here the output is target machine code. സോ നമ്മൾ നേരത്തെ പഠിച്ച ലെക്ചറിലെ ഒരു കമ്പൈലർ എന്ന് പറയുന്ന ഒരു ബോക്സിനെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രക്ചറിനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ കമ്പൈലർ എന്ന് പറയുന്ന വോൾ കൺസെപ്റ്റിനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കമ്പൈലർ എന്ന് പറയുന്ന കമ്പൈലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ നമ്മൾ കുറേ സബ് പ്രോസസ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ സോഴ്സ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ക്യാരക്ടർ സ്ട്രീം, ഒരു ക്യാരക്ടേഴ്സിൻ്റെ ഒരു സ്ട്രീമായിട്ടാണ് നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോഴ്സ് പ്രോഗ്രാം തന്നെയാണിത്. സോഴ്സ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രീ പ്രോസസ്സർ പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സോഴ്സ് പ്രോഗ്രാമാണ് ഈ പറയുന്നത്. പ്ലെയിൻ സോഴ്സ് പ്രോഗ്രാം അല്ല. സോഴ്സ് പ്രോഗ്രാമിന് നമ്മൾ പ്രീ പ്രോസസ്സറിലൂടെ കടത്തിവിടുമ്പോൾ അത് ലിങ്ക് ചെയ്യാനുള്ള ഇതും മാക്രോ എക്സ്പാൻഷനും അങ്ങനെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു സ്ട്രീം ഓഫ് ക്യാരക്ടേഴ്സ്, കുറച്ച് ക്യാരക്ടേഴ്സിൻ്റെ കൂട്ടം. ബട്ട് ഇറ്റ് ഈസ് എ സോഴ്സ് ലാംഗ്വേജ്. ആ സ്ട്രീം ഓഫ് ക്യാരക്ടേഴ്സിനെ നമ്മൾ ലെക്സിക്കൽ അനലൈസറിലേക്ക് ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എ സ്ട്രീം ഓഫ് ടോക്കൺ സ്ട്രീമായിട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് തന്നിട്ടുള്ള ലാംഗ്വേജ് അല്ല, സോഴ്സ് ലാംഗ്വേജ് അല്ല, പിന്നെ അതൊരു ടോക്കൺസ് ആയിട്ടാണ് റെപ്രസെൻറ്റേഷനിലാണ് കിട്ടുക. സോ ദാറ്റ് ഈസ് ഔട്ട്പുട്ട് ഈസ് ടോക്കൺ സ്ട്രീം. ഇറ്റ്സ് എ സ്ട്രീം ഓർ ഗ്രൂപ്പ് ഓഫ് ടോക്കൺസ്. ഓക്കെ, ഇനി ഇത്തരത്തിലുള്ള ഈ ടോക്കൺസിനെ വി വിൽ ഗീവ് ഇൻപുട്ട് ടു സിൻടാക്സ് അനലൈസർ. സിൻടാക്സ് അനലൈസറിലേക്ക് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എ സിൻടാക്സ് ട്രീ. ഒരു സിൻടാക്സ് ട്രീ കിട്ടും. നമ്മുടെ ടോക്കൺസിന് സിൻടാക്സ് അനലൈസറിന് ഇൻപുട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സിൻടാക്സ് അനലൈസർ ഒരു സിൻടാക്സ് ട്രീ പ്രൊഡ്യൂസ് ചെയ്യും. സോ ദിസ് ഇസ് എ ട്രീ സ്ട്രക്ചർ. ഓക്കെ, ഈ സിൻടാക്സ് ട്രീ നമ്മൾ നെക്സ്റ്റ് ഫേസ് ആയിട്ടുള്ള ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്ററിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കും. സോ ദിസ് ഇസ് ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റർ ആൻഡ് വി വിൽ ഗെറ്റ് ഔട്ട്പുട്ട് ആസ് ഇന്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷൻ. ഒരു ഇന്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷൻ, അതായത് ടാർഗറ്റ് പ്രോഗ്രാം ആയിട്ടില്ല, അതിൻ്റെ ഇടയിലുള്ള ഒരു ഇന്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷൻ നമുക്ക് കിട്ടും. ഇനി ഇങ്ങനെയുള്ള ഇന്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷൻ നമ്മൾ നെക്സ്റ്റ് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നത് മെഷീൻ ഇൻഡിപെൻഡൻറ്റ് കോഡ് ഒപ്റ്റിമൈസറിലേക്കാണ്. ദിസ് ഈസ് മെഷീൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു കോഡ് ഒപ്റ്റിമൈസറിലേക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി കൊടുക്കും. ദെൻ ആഫ്റ്റർ ദ ഒപ്റ്റിമൈസേഷൻ വി ഗെറ്റ് എ ഇന്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷൻ. സോ ഇന്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷൻ കിട്ടും. നമ്മളിവിടെ ഇന്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞെങ്കിലും ദിസ് ഈസ് ആഫ്റ്റർ ദ ഒപ്റ്റിമൈസേഷൻ ചെയ്തിട്ടുള്ള ഇന്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷൻ ആണ്. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ചെയ്ത് പഠിക്കാനുണ്ട്. അഗെയിൻ ഈ ഇന്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷൻ ആഫ്റ്റർ ദ ഒപ്റ്റിമൈസേഷൻ വി അഗെയിൻ ഇൻപുട്ട് ടു ദ കോഡ് ജനറേറ്ററിലേക്ക് ഇൻപുട്ട് ചെയ്യും. കോഡ് ജനറേറ്ററിലേക്ക് ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എ ടാർഗറ്റ് മെഷീൻ കോഡ്. നമുക്കൊരു ടാർഗറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന മെഷീൻ കോഡ് കിട്ടും. നമുക്ക് കമ്പൈലർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഔട്ട്പുട്ടാണ് മെഷീൻ കോഡ്. പക്ഷെ അത് ഒപ്റ്റിമൈസ്ഡ് അല്ല. സോ അഗെയിൻ വി ഹാവ് ടു ഇൻപുട്ട് ടു ഒപ്റ്റിമൈസർ. ഒരു ഒപ്റ്റിമൈസറിലേക്ക് ഇൻപുട്ട് ചെയ്യണം. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് മെഷീൻ ഡിപ്പെൻഡൻറ്റ് ഒപ്റ്റിമൈസർ ആണ്, മെഷീൻ ഡിപ്പെൻഡൻറ്റ് കോഡ് ഒപ്റ്റിമൈസർ ആണ്. സോ ആ കോഡ് ഒപ്റ്റിമൈസർ യൂസ് ചെയ്തിട്ട് വി വിൽ ഗെറ്റ് എ ഫൈനൽ ടാർഗറ്റ് പ്രോഗ്രാം.
ദിസ് ഈസ് എ മെഷീൻ കോഡ്, അവർ ടാർഗറ്റ് മെഷീൻ കോഡ്. സോ ഇത്രയാണ് ഒരു കമ്പൈലറിൻ്റെ സ്ട്രക്ചറിൽ വരുന്നത്. ഓരോന്നും എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ചെയ്ത് പഠിക്കാനുണ്ട്. സോ ഇതിൻ്റെ പാരലലി നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഇങ്ങനെ കമ്പൈൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ വരുന്ന ഡാറ്റ, അതിൻ്റെ ഡാറ്റ സ്ട്രക്ചേഴ്സ്, ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ടേംസ്, ടോക്കൺസ്, അങ്ങനെയുള്ള കുറേ ഡാറ്റ സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. ഈ ഡാറ്റ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് സിമ്പൽ ടേബിൾ. ഇതൊരു ഡാറ്റ സ്ട്രക്ചറാണ്, ലിങ്ക് ലിസ്റ്റ്, അറേ ഒക്കെ പോലത്തെ ഒരു ഡാറ്റ സ്ട്രക്ചറാണ്. ഈ സിമ്പൽ ടേബിളിലാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്ന സിമ്പൽസ് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കുക. നമ്മളൊരു ഡിക്ഷണറി പോലെയാണ് ഇതിൻ്റെ ഒരു യൂസ് വരുന്നത്. നമ്മളിപ്പോൾ ഒരു വേർഡിൻ്റെ മീനിങ് കിട്ടാൻ ഡിക്ഷണറി തുറക്കുന്നു, അതിൻ്റെ സിൻഡെക്സ് നോക്കുന്നു, ഇൻഡെക്സ് നോക്കിയിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് വേർഡ് എടുക്കുന്നു, മീനിങ് റെഫർ ചെയ്യുന്നു, എടുത്തു വയ്ക്കുന്നു. അങ്ങനെ അടുത്തൊരു വേർഡ് അവൈലബിൾ ആവശ്യമാണെങ്കിൽ അത് വീണ്ടും അതിൻ്റെ ഇൻഡെക്സ് നോക്കിയിട്ട് ആ വേർഡ് എടുക്കുന്നു. സോ ആ ഒരു യൂസാണ് ഈ സിമ്പൽ ടേബിളിനെ നമ്മൾ ഈ പ്രോഗ്രാമിലെ ആവശ്യമുള്ള ഡാറ്റകൾ, മെയിനായിട്ട് സിമ്പൽസ് ഒക്കെയാണ് സ്റ്റോർ ചെയ്യുന്നത്. അത് സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് സിമ്പൽ ടേബിൾ. ഓക്കെ, നമുക്ക് സ്ട്രക്ചർ ഓഫ് എ കമ്പൈലറിന്റെ കുറച്ച് പോയിന്റ്സും കൂടെ നോക്കാം. സ്ട്രക്ചർ ഓഫ് എ കമ്പൈലർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം വരയ്ക്കേണ്ടത് ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാം പോലത്തെ ഈ ഒരു റെപ്രസെൻറ്റേഷൻ ആണ്. അതായത് ഇതിൻ്റെ ഡിഫറെൻറ്റ് ഫേസസ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ഇതാണ്. സോ അതിൽ ഓരോന്നിൻ്റെ ഇൻപുട്ട് മെൻഷൻ ചെയ്തിരിക്കണം. ക്യാരക്ടർ സ്ട്രീം, ദെൻ ഔട്ട്പുട്ട് ഈസ് ടോക്കൺ സ്ട്രീം, ദെൻ അഗെയിൻ output is syntax tree, next output is intermediate representation, next is intermediate representation, again target machine code. So അതുപോലെ ഈ ഫേസസ് പഠിക്കണം. ലെക്സിക്കൽ അനലൈസർ, സിൻടാക്സ് അനലൈസർ, ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റർ, മെഷീൻ ഇൻഡിപെൻഡന്റ് കോഡ് ഒപ്റ്റിമൈസർ, കോഡ് ജനറേറ്റർ, മെഷീൻ ഡിപെൻഡന്റ് കോഡ് ഒപ്റ്റിമൈസർ. ഓക്കെ, നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പോയിന്റിലേക്ക് പഠിക്കാം. നമ്മുടെ കമ്പൈലറിനെ നമ്മൾ 2 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച സ്ട്രക്ചർ ഓഫ് എ കമ്പൈലറിനെ നമ്മൾ 2 ഫേസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വി ഹാവ് 2 phases. ഫസ്റ്റ് ഫേസ് ഈസ് അനാലിസിസ് ഫേസ് ആൻഡ് ദ സെക്കൻഡ് പാർട്ട് ഈസ് സിന്തസിസ് ഫേസ്. സോ ഒന്ന് അനാലിസിസും സെക്കൻഡ് സിന്തസിസും, ഇങ്ങനെ 2 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇനി അനാലിസിസിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് പാർട്ട് ഈസ് അനാലിസിസ് ആൻഡ് ദ സെക്കൻഡ് പാർട്ട് ഈസ് സിന്തസിസ്. അനാലിസിസ് പാർട്ടിൽ വരുന്ന ഫേസസ് എന്ന് പറയുന്നത് ലെക്സിക്കൽ അനലൈസർ, സിൻടാക്സ് അനലൈസർ, സിമാൻറ്റിക് അനലൈസർ, ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ. ഈ 4 ടോപ്പിക്കുകളാണ് അനാലിസിസ് പാർട്ടിൽ വരുന്നത്. സോ ലെക്സിക്കൽ അനലൈസർ, സിൻടാക്സ് അനലൈസർ, ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ. സോ ഇത്രയും ഭാഗമാണ് അനാലിസിസ് പാർട്ടിൽ വരുന്നത്. ഓക്കെ, ഈ അനാലിസിസ് പാർട്ടിൽ ഇത്രയും പോർഷനിൽ വരുന്ന ഫങ്ഷൻസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ലെക്സിക്കൽ അനാലിസിസ്, സിൻടാക്സ് അനാലിസിസ്, സിമാൻറ്റിക് അനാലിസിസ്, ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ. ഈ 4 പ്രോസസ്സുകളാണ് ഈ അനാലിസിസ് പാർട്ടിൽ പെർഫോം ചെയ്യുന്നത്. സോ ഇതൊക്കെ അനാലിസിസുകളാണ്. അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നിട്ടുള്ള പ്രോഗ്രാമിനെ അനാലിസിസ് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മളൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ഒരു ഡിസൈഡ് ടാർഗറ്റ് കോഡോ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. വി ജസ്റ്റ് അനലൈസ് ഓൾ ദ പ്രോഗ്രാംസ്. ഓക്കെ, ഇനി സിന്തസിസ് പാർട്ടിൽ വരുന്നത്, അതായത് സെക്കൻഡ് ടൈപ്പ് പാർട്ടിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് അനാലിസിസ് ആൻഡ് സിന്തസിസ്. സിന്തസിസ് പാർട്ടിൽ വരുന്നതാണ് ഒപ്റ്റിമൈസേഷൻ ആൻഡ് കോഡ് ജനറേഷൻ. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഒപ്റ്റിമൈസേഷൻ സ്റ്റെപ്സുകളും കോഡ് ജനറേഷൻ സ്റ്റെപ്സുകളും ഒക്കെ സിന്തസിസ് പാർട്ടിൽ വരുന്നത്. മെഷീൻ ഇൻഡിപെൻഡന്റ് കോഡ് ഒപ്റ്റിമൈസർ, കോഡ് ജനറേറ്റർ, മെഷീൻ ഡിപെൻഡന്റ് കോഡ് ഒപ്റ്റിമൈസർ, ഇത്രയും പോർഷൻസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് സിന്തസിസ് പാർട്ടിലാണ്. അതായത് നമ്മുടെ ഈ പോർഷൻ ഇങ്ങോട്ടാണ് നമ്മൾ ഡിസൈഡ് ആയിട്ടുള്ള ടാർഗറ്റ് പ്രോഗ്രാമിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് സിന്തസിസ് പാർട്ട്. ഇനി അവരുടെ ഡെഫിനിഷൻ ബേസ് പറയുന്നുണ്ട് എന്താണ് അനാലിസിസ് പാർട്ടിൽ നടക്കുന്നതും എന്താണ് സിന്തസിസ് പാർട്ടിൽ പെർഫോം ചെയ്യുന്നത്. സോ അനാലിസിസ് പാർട്ടിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ബ്രേക്ക് അപ്പ് സോഴ്സ് പ്രോഗ്രാം ഇൻ ടു കോൺസ്റ്റിറ്റ്യൂവന്റ് പീസസ്. തന്നിട്ടുള്ള സോഴ്സ് പ്രോഗ്രാമാണ് നമ്മുടെ ക്യാരക്ടർ സ്ട്രീം. ഈ ക്യാരക്ടർ സ്ട്രീമിലുള്ള സോഴ്സ് പ്രോഗ്രാമിനെ കോൺസ്റ്റിറ്റ്യൂവന്റ് പീസസ് ആയിട്ട് ബ്രേക്കപ്പ് ചെയ്യും. സോ അനാലിസിസ് പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് തന്നിട്ടുള്ള സോഴ്സ് പ്രോഗ്രാമിനെ ചെറിയ ചെറിയ പീസായിട്ട്, ഏറ്റവും ചെറിയ പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്, ബ്രേക്ക് ചെയ്തിരിക്കുകയാണ് പ്രോഗ്രാമിനെ. ഇമ്പോസ് ദ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ്. സോ അതിന്റെ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. ഫൈൻഡ് ഔട്ട് സിൻടാക്റ്റിക്കലി ഇൽ ഓർ സിമാൻറ്റിക്കലി അൺസൗണ്ട്. അനാലിസിസ് പാർട്ടിൽ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്
syntactically ill or semantically unsound. സോ നമ്മളൊരു പ്രോഗ്രാം എഴുതുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സിൻടാക്സ് ആൻഡ് സിമാൻറ്റിക് എറേഴ്സ് കാണാം. അപ്പോൾ അതൊക്കെ അനാലിസിസ് ഫേസിൽ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും എറേഴ്സ് അതേപോലെ അതിൻ്റെ സ്ട്രക്ചറിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്യുന്നത് അനാലിസിസ് പാർട്ടിലാണ്. അപ്പോൾ ആ ഒരു അനാലിസിസ് പാർട്ടിൻ്റെ ഔട്ട്പുട്ടായിട്ടാണ് നമ്മൾ ഈ കമ്പയർ ചെയ്യുന്ന സമയത്ത് എറേഴ്സ് വരുന്നത്. അപ്പോൾ എറേഴ്സ് വരും. അപ്പോൾ നമ്മൾ കമ്പയറിങ് ചെയ്യുന്ന സമയത്ത് എറേഴ്സ് വന്നിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ അതിൻ്റെ അർത്ഥം നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് പ്രോഗ്രാം ടാർഗറ്റ് പ്രോഗ്രാമിലേക്ക് കൺവേർട്ട് ആയില്ല, കാരണം എറേഴ്സ് ആണ്. അപ്പോൾ അനാലിസിസ് ഫേസ് മാത്രം കഴിഞ്ഞിട്ട് കിട്ടുന്ന ഔട്ടാണത്. അപ്പോൾ സിൻടാക്സ് എറേഴ്സ്, ഇപ്പോൾ നമുക്കൊരു പ്രോഗ്രാംസിൽ വരുന്ന സിൻടാക്സ് എറേഴ്സ്, അതിൻ്റെ ലാംഗ്വേജസ്, ഒരു സി എന്ന് പറയുന്ന ലാംഗ്വേജ് യൂസ് ചെയ്യണമെങ്കിൽ സെമിക്കോളൻ മിസ്സായി, അതുപോലെ അതിൻ്റെ കീവേഡ്സുകൾ നമ്മൾ തെറ്റി യൂസ് ചെയ്തു, അതുപോലെ സ്മോൾ ലെറ്റേഴ്സ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്തു, അതുപോലെ പിന്നെ നമ്മളെ ലോജിക് എറേഴ്സ്. അപ്പം അങ്ങനെയൊക്കെ വരുന്ന സിൻടാക്സ് ആൻഡ് സിമാൻറ്റിക് എറേഴ്സ് ഒക്കെ ഈ അനാലിസിസ് പാർട്ടിലാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് കളക്ട് ദ ഇൻഫോർമേഷൻ സ്റ്റോർ ഇൻ ദ ഡാറ്റ സ്ട്രക്ചർ സിമ്പിൾ ടേബിൾ. നമുക്കൊരു സിമ്പിൾ ടേബിളിൽ നിന്നൊരു ഡാറ്റ സ്ട്രക്ചർ അവൈലബിൾ ആണ്. സോ ആ ഡാറ്റ സ്ട്രക്ചറിലെ ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്യുന്നത് അനാലിസിസ് പാർട്ടാണ്. ഈ അനാലിസിസ് പാർട്ടിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഈ ഇൻഫോർമേഷനാണ് സിന്തസിസ് പാർട്ടിന് സമയത്ത് കളക്ട് ചെയ്തിട്ട് ടാർഗറ്റ് പ്രോഗ്രാം കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അനാലിസിസ് പാർട്ടിൽ ചെയ്യുന്ന ഫങ്ഷൻസ് ആണ് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ബ്രേക്ക് അപ്പ് ദ സോഴ്സ് പ്രോഗ്രാം ഇൻ ടു കോൺസ്റ്റന്റ് പീസസ് as tokens, and it imports the grammatical structure and find out the syntactically ill or semantically unsound, and it collect the information and store all the information into the data structure symbol table. Okay, ഇത്രയാണ് അനാലിസിസ് പാർട്ടിൽ പെർഫോം ചെയ്യുന്നത്. സോ അനാലിസിസ് പാർട്ടിൽ വരുന്ന ഫേസസ് ഏതൊക്കെയാ? ലെക്സിക്കൽ അനാലിസിസ് ഫേസസ്, സിൻടാക്സ് അനാലിസിസ് ഫേസസ്, സിമാൻറ്റിക് അനാലിസിസ് ആൻഡ് ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ. ഇത്രയാണ് അനാലിസിസ് പാർട്ടിൽ വരുന്ന ഫേസസ്. ഇനി നെക്സ്റ്റ് നമുക്കൊന്ന് പഠിക്കാനുള്ളത് സിന്തസിസ് പാർട്ടാണ്. സോ സിന്തസിസ് പാർട്ട് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് ഞാൻ പറഞ്ഞു കോഡ് ഒപ്റ്റിമൈസേഷൻസും കോഡ് ജനറേഷൻസും ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് താഴേക്ക് വരുന്ന പോർഷനാണ് സിന്തസിസ് പാർട്ട്. സോ മെഷീൻ ഇൻഡിപെൻഡന്റ് കോഡ് ഒപ്റ്റിമൈസർ, കോഡ് ജനറേറ്റേഴ്സ്, മെഷീൻ ഡിപെൻഡന്റ് കോഡ് ഒപ്റ്റിമൈസർ, ഇത്രയാണ് സിന്തസിസ് പാർട്ടിൽ വരുന്നത്. സോ സിന്തസിസ് പാർട്ടിൽ ഇറ്റ് കൺസ്ട്രക്ട് ഡിസൈർഡ് ടാർഗറ്റ് പ്രോഗ്രാം ആൻഡ് ഫോം ആൻ ഇന്റർമീഡിയറ്റ് റെപ്രസെന്റേഷൻ ആൻഡ് സിമ്പിൾ ടൈപ്പ്. സിന്തസിസ് പാർട്ടിലാണ്. അനാലിസിസ് പാർട്ടിൽ നമ്മൾ അനാലിസിസ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും എടുത്തിട്ട് സിന്തസിസ് പാർട്ടിലാണ് നമ്മുടെ ഡിസൈർഡ് ടാർഗറ്റ് പ്രോഗ്രാം. നെക്സ്റ്റ് സിമ്പിൾ ടേബിൾ. സിമ്പിൾ ടേബിൾ ഞാൻ നേരത്തെ പറഞ്ഞു. സിമ്പിൾ ടേബിൾ എന്ന് പറഞ്ഞൊരു ഡാറ്റ സ്ട്രക്ചറാണ് ടു സ്റ്റോർ ദ ഇൻഫോർമേഷൻ അബൌട്ട് ദ എൻ്റെ സോഴ്സ് പ്രോഗ്രാമിലുള്ള കുറേ ഇൻഫോർമേഷൻസ് ഡാറ്റാസ് സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റ സ്ട്രക്ചറാണ് സിമ്പിൾ ടേബിൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഡിക്ഷണറി പോലെ നമ്മൾ ആവശ്യ സമയത്ത് അതിൻ്റെ ഇൻഡെക്സ് നോക്കിയിട്ട് സെർച്ച് ചെയ്ത് ആക്സസ് ചെയ്യുന്നു, തിരിച്ചതിലേക്ക് റിട്രീവ് ചെയ്ത് വെക്കുന്നു. അതാണ് ഒരു സിമ്പിൾ ടേബിൾ. ഇനി അനാലിസിസ് ഫേസ് ആൻഡ് സിന്തസിസ് ഫേസിലെ ഒരു നേച്ചറാണ് പറയുന്നത്. അനാലിസിസ് ഫേസ് എന്ന് പറയുന്നത് മെഷീൻ ഇൻഡിപെൻഡന്റ് ആണ്, ബട്ട് ലാംഗ്വേജ് ഡിപെൻഡന്റ്. അനാലിസിസ് ഫേസിലുള്ള പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് ഓറിയന്റഡ് ആണ്. ലാംഗ്വേജ് ഓറിയന്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു സി ലാംഗ്വേജിനുള്ള അനലൈസേഴ്സ് അല്ല ജാവ പ്രോഗ്രാമിന്റെ അനലൈസേഴ്സ്. കാരണം ജാവ പ്രോഗ്രാമിന്റെ സിൻടാക്സ് അനലൈസ് ചെയ്യും, അതിന്റെ ക്യാരക്ടേഴ്സ് ടോക്കൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള അനലൈസേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം സി ലാംഗ്വേജ് ആണെങ്കിൽ വേറെ ഇതാണ്, അതിന്റെ സിൻടാക്സുകളും ജാവ ലാംഗ്വേജ് സിൻടാക്സും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. സോ അനാലിസിസ് ഫേസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് മെഷീൻ ഇൻഡിപെൻഡന്റ് ആണ്. മെഷീന് ഏത് മെഷീനാണ് മെഷീൻ ലാംഗ്വേജസിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്, ഏത് മെഷീൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമിലേക്കാണ് ചെയ്യേണ്ടത് എന്നുള്ളതല്ല, അതിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പകരം ലാംഗ്വേജസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ സി ലാംഗ്വേജിന്റെ അനലൈസേഴ്സ് ഡിഫറെന്റ് ആണ്, ജാവയുടെ ഡിഫറെന്റ് ആണ്. സിന്തസിസ് എന്ന് പറയുമ്പോൾ ആഫ്റ്റർ ദ അനാലിസിസ് നമുക്ക് ലാംഗ്വേജിലുള്ള ഒരു സോഴ്സ് പ്രോഗ്രാമിനെ അതിന് ഇന്റർമീഡിയറ്റ് റെപ്രസെന്റേഷൻ ആയതിനു ശേഷമാണ് സിന്തസിസ് ഫേസിലേക്ക് കയറുന്നത്. സോ നമ്മുടെ കയ്യിൽ ഒരു ഇന്റർമീഡിയറ്റ് റെപ്രസെന്റേഷൻ ഉണ്ട്. സോ അതുകൊണ്ട് ലാംഗ്വേജ് ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ നമുക്ക് ഇന്റർമീഡിയറ്റ് റെപ്രസെന്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ലാംഗ്വേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, കാരണം അത് തന്നിട്ടുള്ള ലാംഗ്വേജിൽ നിന്ന് ഒരു ഇന്റർമീഡിയറ്റ് റെപ്രസെന്റേഷനിലേക്ക് മാറിക്കഴിഞ്ഞു.
സോ ലാംഗ്വേജ് ഇൻഡിപെൻഡൻ്റ് ആണ്, പക്ഷെ മെഷീൻ ഡിപ്പെൻഡ് ആണ്. സോ ഏത് മെഷീനിലേക്കുള്ള ഡിസൈഡ് ടാർഗറ്റ് പ്രോഗ്രാം ആണോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള സിന്തസൈസ് പാർട്ടിൽ നമ്മൾ കോഡ് ഒപ്റ്റിമൈസേഴ്സും കോഡ് ജനറേറ്റേഴ്സും യൂസ് ചെയ്യണം. ഓരോ ടൈപ്പ് മെഷീൻസ് ഡിഫറെൻ്റ് ആണ്. സോ നമ്മുടെ മെഷീനിന് ഏത് മെഷീൻ ലാംഗ്വേജ് ആണ് ആവശ്യമുള്ളത് അതനുസരിച്ചിട്ടുള്ള ഒപ്റ്റിമൈസേഴ്സും കോഡ് ജനറേറ്റേഴ്സും ആണ് സിന്തസിസ് ഫേസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അനാലിസിസ് ഫേസ് എന്ന് പറഞ്ഞാൽ മെഷീൻ ഇൻഡിപെൻഡന്റ് ആൻഡ് ലാംഗ്വേജ് ഡിപ്പെൻഡന്റ് ആണെന്ന് പറയുന്നതും സിന്തസൈസ് ഫേസ് എന്ന് പറഞ്ഞാൽ മെഷീൻ ഡിപ്പെൻഡ് ആൻഡ് ലാംഗ്വേജ് ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ലെക്ചേഴ്സിൽ നമുക്ക് ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, താങ്ക് യു.